കണ്ണൂരിൽ നിന്ന് പുതിയതിന് പോകുന്ന റോഡിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു ഡ്രൈവ് ചെയ്യുക. രാത്രി മരണം കാത്തു നിൽക്കുന്ന ഒരുപാട് ഡിവൈഡർ നമുക്ക് കാണാൻ പറ്റും. മരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഇവിടുത്തെ നിയമപാലകരും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വിഭാഗങ്ങളും ഇവിടുത്തെ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുക. എത്രയോ ഡിവൈഡർ, ഒരു ലൈറ്റും റിഫ്ലക്ഷൻ പോലും ഇല്ലാത്തൊരു ഡിവൈഡർ നമുക്ക് കുന്നനെ കാണാൻ പറ്റും. അങ്ങനെ ഡിവൈഡറിന്റെ അടുത്താണ് ഇവിടെ ഉള്ളത്. ആളടുത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് അങ്ങനെ ഡിവൈഡർ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ഞാൻ രാത്രി യാത്ര നടത്തുമ്പോൾ ഒരുപാട് വണ്ടി ഡിവൈഡർ ക്രോസ് ചെയ്തിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നാളെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാനുണ്ടാവും. പലപ്പോഴും ഇത് പറയുമ്പോൾ പൊങ്ങിയെന്നും കമ്മിയെന്നും ചുടാപ്പിയെന്നും സംഖ്യ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മുദ്ര കുത്താൻ പറ്റും. പക്ഷേ നമുക്കറിയാം, രാത്രി യാത്രകൾ ഒരുപാട് പേര് പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ യാത്ര നടത്തുമ്പോൾ ലൈറ്റിന്റെയും ഓപ്പോസിറ്റ് വരുന്ന ലൈറ്റ് വണ്ടിന്റെ ലൈറ്റിന്റെ ഒക്കെ നമുക്ക് ഭാഗം കൊണ്ട് മുമ്പ് കാണില്ല. ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഈ യാത്രയിൽ നമ്മൾ നേരെ ഇവിടുന്ന് കണ്ണൂർ AKG ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പുതിയൊരു പോകുന്നതിന് വരെ ഇഷ്ടംപോലെ ഡിവൈഡർ ഉണ്ട്. ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് അങ്ങനെ റിഫ്ലക്ഷൻ ലൈറ്റ് കാണാൻ പറ്റില്ല. നാളെ മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും ആളുകൾ. ഇതുകൊണ്ടാണ് മരിച്ചതെന്ന് പറയും. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് അധികാരികളിലേക്ക് എത്തിക്കുകയാണ്.